ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും സാഹചര്യം രൂക്ഷമാകുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഇറാൻ ദ്വീപുകൾക്ക് നേരെ അമേരിക്ക ശക്തമായ മിസൈലാക്രമണം നടത്തിയിരിക്കുകയാണ്. ഹോർമുസിന് സമീപമുള്ള ബദർ അബ്ബാസ്, കിഷം ദ്വീപ്, ജാസ്ക്, സിറിക് എന്നീ പ്രദേശങ്ങളിലാണ് അമേരിക്കൻ വ്യോമാക്രമണമുണ്ടായത്. ഇതിനു മറുപടിയായി ബഹ്റിനിലെ US 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയും ജോർദാനിലെ അമേരിക്കയുടെ വ്യോമകേന്ദ്രത്തിന് നേരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈലാക്രമണം നടത്തിയതോടെ മേഖലയിൽ കനത്ത ആശങ്ക നിലനിൽക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചു. അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിനും അമേരിക്കൻ സൈനികർക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെ നടന്ന നിരന്തരമായ ആക്രമണങ്ങൾക്കുമുള്ള മറുപടിയായാണ് ഈ നടപടിയെന്ന് സെൻകോം വ്യക്തമാക്കി. വ്യോമസേനയുടെയും നാവികസേനയുടെയും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, റഡാർ സൈറ്റുകൾ എന്നിവയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. US ആക്രമണത്തിനു ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തി. യുദ്ധക്കളത്തിലെ തോൽവികൾക്ക് ശേഷം ഇറാന്റെ ദൃഢനിശ്ചയം പരീക്ഷിക്കാനാണ് വാഷിംഗ്ടണിന്റെ ശ്രമമെന്നാണ് അരാഖ്ചി കുറിച്ചിരിക്കുന്നത്. ഇറാന്റെ സായുധ സേന ഒരാക്രമണത്തിനും ഭീഷണിക്കും മുന്നിൽ വഴങ്ങില്ലെന്നും US സേന ഇറാൻ വിട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററാണ് ഇന്നലെ തകർന്നു വീണ AH-64 അപ്പാച്ചെ ഗൺഷിപ്പ്. US കരസേനയ്ക്കായി 70കളിൽ വികസിപ്പിച്ചെടുത്ത ഈ ഹെലികോപ്റ്റർ ടാങ്കുകൾ തകർക്കാനും വ്യോമ പിന്തുണ നൽകാനും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാനും അനുയോജ്യമാണ്. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ USന്റെ കരുത്തുള്ള പോരാളിയായിരുന്നു ഈ ഹെലികോപ്റ്റർ. നിലവിൽ ഇവയുടെ നിരവധി പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ AH-64 അപ്പാച്ചെ ഗാർഡിയനാണ് ഏറ്റവും ആധുനികം. അപ്പാച്ചെ ആദ്യമായി പങ്കാളിയാകുന്ന വലിയ പോരാട്ടം ഗൾഫ് യുദ്ധത്തിലാണ്. ഇറാഖി റഡാർ കേന്ദ്രങ്ങളും കവചിത വാഹനങ്ങളും തകർക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് അഫ്ഗാനിലും ഇറാഖിലും വ്യാപകമായി ഉപയോഗിച്ചു. എല്ലാ പോരാട്ടങ്ങളിലും മികവ് തെളിയിച്ച ഈ ഹെലികോപ്റ്റർ USന് പുറമെ ബ്രിട്ടൻ, ഇന്ത്യ, ജപ്പാൻ, സൗദി അറേബ്യ തുടങ്ങിയ സേനകളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഒരാക്രമണവും തങ്ങൾ വെറുതെ വിടില്ലെന്നും തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ യുദ്ധത്തിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായും തകരുകയും ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ നാവിക ഉപരോധം കടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. ബഹ്റിനിലെ അമേരിക്കൻ 5ാം നാവികപ്പടയെ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയും കുവൈറ്റിന് നേരെയും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട്. കുവൈറ്റിന് നേരെയുണ്ടായ ആക്രമണം അവിടുത്തെ സേന പ്രതിരോധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യത്തിന്റെ അധിനിവേശം തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് IRGC മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം സമാധാന കരാറുകൾക്കായി ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് സൈനിക നീക്കങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന അമേരിക്കൻ ഹെലികോപ്റ്റർ തകർന്നു വീണത് പൈലറ്റുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിലൂടെ വലിയൊരു ദുരന്തമൊഴിവായി. എന്നാൽ ഈ ആക്രമണത്തിന് അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ തെക്കൻ മേഖലകളിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമണം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന് പ്രതികാരമായി ഏപ്രിൽ 13 മുതൽ അമേരിക്ക ഇവിടെ നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് ഉപരോധം ലംഘിച്ച് ഹോർമുസിൽ പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇരുഭാഗവും തുടർച്ചയായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ വെടിവെച്ചിടുന്നതും നിരീക്ഷണ കേന്ദ്രങ്ങളെ തകർക്കുന്നതും പതിവായതോടെ മേഖലയാകെ യുദ്ധഭീതിയിലാണ്. 21ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ഈ പ്രത്യാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.